പലപ്പോഴും ഈ പറയുന്ന നാർസിസ്റ്റുകൾ അവരുടെ കൂടെയുള്ള പങ്കാളികളെ ഒരു പ്രദർശന വസ്തുവായിട്ടായിരിക്കും പലപ്പോഴും കൊണ്ടു നടക്കുന്നത്. അവർ പബ്ലിക്കിൽ വരുമ്പോൾ അവർ എൻറ്റയർലി ഡിഫറെൻ്റ് ആയിട്ടുള്ള ഒരു പെരുമാറ്റമായിരിക്കും കാണിക്കുന്നത്. കാരണം ഭയങ്കരമായിട്ടുള്ള കെയർ, ഭയങ്കരമായിട്ടുള്ള സ്നേഹം, ഭയങ്കരമായിട്ട് നമ്മൾ പ്രശംസിക്കുന്നു, ഇതൊക്കെയായിരിക്കും അവർ നിങ്ങളോട് കാണിക്കാൻ പോകുന്നത്. കാരണം നിങ്ങളുടെ സൗന്ദര്യം, നിങ്ങളുടെ നേട്ടങ്ങൾ, നിങ്ങളുടെ കഴിവുകൾ, ഇതെല്ലാം അവർക്ക് ഒരു അംഗീകാരമാണ്, അല്ലെങ്കിൽ അവരുടെ പ്രതിച്ഛായ ഉയർത്തുന്ന കാര്യമാണ്. പലപ്പോഴും നിങ്ങളിലൂടെയാണ് മറ്റുള്ളവർ അവരെ ശ്രദ്ധിക്കുന്നത് എന്ന് അവർക്ക് വ്യക്തമായിട്ട് അറിയാം. അവർ നിങ്ങൾ പബ്ലിക്കിൽ ഏറ്റവും നല്ല രീതിയിൽ കൊണ്ടുപോവുകയും ഏറ്റവും നല്ല രീതിയിൽ പെരുമാറുകയും ഭയങ്കരമായിട്ടുള്ള സ്നേഹം കാണിക്കുകയും ഭയങ്കരമായിട്ട് നിങ്ങളെ പുകഴ്ത്തുകയും ചെയ്യും. അപ്പോൾ അവർക്ക് ഈ പറയുന്ന പബ്ലിക്കിൽ അവരുടെ പ്രതിച്ഛായ ഉയർത്താനുള്ള നല്ലൊരു മാർഗ്ഗമാണത്. പലപ്പോഴും ഇങ്ങനെയൊക്കെ ചെയ്യുന്നുണ്ടെങ്കിലും അതിൻ്റെ ഇടയിൽ ഇവർ വളരെ നിശബ്ദമായിട്ട് നിങ്ങളെ നിയന്ത്രിക്കാൻ നോക്കും. നിങ്ങൾ ഒരിക്കലും കൂടുതൽ സംസാരിക്കാൻ സമ്മതിക്കത്തില്ല. നിങ്ങൾ സംസാരിക്കുന്നതിൻ്റെ ഇടയിൽ അവർ കയറി സംസാരിച്ച് അത് ബ്ലോക്ക് ചെയ്യും. അവർ ഇല്ലാതെ വേറൊരു വ്യക്തിയോടും നിങ്ങൾ സംസാരിക്കാനോ അല്ലെങ്കിൽ ഇടപഴകാനോ അവർ സമ്മതിക്കത്തില്ല. കാരണം അവരുടെ ഐഡിയ എന്ന് പറയുന്നത് എന്തൊക്കെയാണെങ്കിലും എവിടേക്കാണെങ്കിലും നിൻ്റെ കൺട്രോൾ എന്ന് പറയുന്നത് എൻ്റെ കയ്യിലാണെന്നുള്ളൊരു സന്ദേശമാണ് അതിലൂടെ അവർ തരുന്നത്. അതുമാത്രമല്ല, പലപ്പോഴും ഇങ്ങനെയുള്ള പരിപാടികളിൽ അവർ മറ്റുള്ളവരുടെ മുമ്പിൽ ഇവരെ കളിയാക്കാൻ തുടങ്ങും. പലപ്പോഴും ഈ പറയുന്ന നാർസിസ്റ്റ് ഈ പറയുന്ന പങ്കാളികളെ മറ്റുള്ളവരുടെ മുമ്പിൽ വെച്ച് ചെറിയ രീതിയിൽ കളിയാക്കുകയും അല്ലെങ്കിൽ താഴ്ത്തി കിട്ടുന്ന പരിപാടിയൊക്കെ ചെയ്യും. കാരണം അവർക്ക് അവരുടെ ഉള്ളിൻ്റെ ഉള്ളിൽ ഒരു അപകർഷതാ ബോധമുണ്ട്. കാരണം ഈ പറയുന്ന എൻ്റെ പങ്കാളി എന്ന് പറയുന്നത് എന്നെക്കായും ഉയർന്ന നിലവാരത്തിലുള്ള, എന്നെക്കായും കഴിവുള്ള, എന്നെക്കായും സൗന്ദര്യമുള്ളൊരു വ്യക്തിയാണ്. അപ്പോൾ അത് ഉണ്ടാക്കുന്ന ഒരു ഇൻഫീരിയോറിറ്റി കോംപ്ലക്സ് ആണ് പലപ്പോഴും സ്വന്തം പങ്കാളികളെ മറ്റുള്ളവരുടെ മുമ്പിൽ താഴ്ത്തിക്കെട്ടാനും അല്ലെങ്കിൽ മോശമായിട്ടുള്ള തമാശ പറയാനൊക്കെ പ്രേരിപ്പിക്കുന്നത്. അപ്പോൾ പലപ്പോഴും ഇതൊക്കെ ഒരു വളരെ സൈലൻ്റായിട്ട് നടക്കുന്ന കാര്യങ്ങളായിരിക്കും. കാരണം പലപ്പോഴും പബ്ലിക്കിൽ ഇവർ പൂർണ്ണമായിട്ടും വളരെ ശാന്തമായിട്ട്, വളരെ സ്നേഹത്തോടെ, വളരെ സമാധാനത്തോടെ തന്നെ പെരുമാറും. പക്ഷേ വീട്ടിലെത്തിക്കഴിയുമ്പോൾ അല്ലെങ്കിൽ ഒരു പ്രൈവറ്റ് സ്പേസിലേക്ക് എത്തിക്കഴിയുമ്പോൾ ഈ പറയുന്ന വ്യക്തികളുടെ സ്വഭാവം പൂർണ്ണമായിട്ട് മാറും. കാരണം അവിടെ എത്തിക്കഴിയുമ്പോൾ അവർ നിയന്ത്രിക്കാൻ തുടങ്ങും, വിമർശിക്കാൻ തുടങ്ങും, അവർ നിങ്ങളോട് അകലം പാലിക്കാൻ തുടങ്ങും. ഈ പറയുന്ന സഡൻ ചേഞ്ചസ് അല്ലെങ്കിൽ ഈ പറയുന്ന അപ്രതീക്ഷിതമായിട്ടുള്ളൊരു മാറ്റം എന്ന് പറയുന്നത്, അതായത് ഈ അവഗണനയും പെട്ടെന്നുള്ള ഒരു അകലവും, പലപ്പോഴും ഈ വിക്റ്റിമായിട്ടുള്ള വ്യക്തി എന്ന് പറയുന്നത് അവർ തന്നെ സംശയിക്കാൻ തുടങ്ങും. കാരണം ഞാൻ എന്താണ് അവിടെ വച്ച് ചെയ്തത്, എന്നിൽ നിന്ന് എന്തെങ്കിലും മിസ്റ്റേക്ക് ഉണ്ടായോ എന്നുള്ള ഒരു സംശയത്തിലേക്ക് വരും. പലപ്പോഴും ഈ പറയുന്ന അവരുടെ ഒരു മാനസികമായിട്ടുള്ള തളർച്ച എന്ന് പറയുന്നത് നാർസിസ്റ്റിനെ ഫീഡ് ചെയ്യുകയും ചെയ്യും. അപ്പോൾ നിങ്ങൾ എപ്പോഴും വ്യക്തമായിട്ട് മനസ്സിലാക്കേണ്ടത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, പൊതുസ്ഥലങ്ങളിൽ ഒരിക്കലും നിങ്ങൾ അവരുടെ പങ്കാളികളല്ല, അവർ സൃഷ്ടിച്ച പ്രതിച്ഛായയുടെ ഒരു ഭാഗമാണ് നിങ്ങളെന്ന് പറയുന്നത്. ആ പൊതുസ്ഥലങ്ങളിൽ അവർ കാണിക്കുന്ന സ്നേഹവും ബഹുമാനവും പുകഴ്ത്തലുകളൊന്നും ഒരിക്കലും ഒരു നിങ്ങളോടുള്ള സ്നേഹം കൊണ്ടല്ല. അപ്പോൾ ഈ പറയുന്ന കാര്യങ്ങൾ കൃത്യമായിട്ട് മനസ്സിലാക്കി കഴിഞ്ഞാൽ ഈ അപ്രതീക്ഷിതമായിട്ടുള്ള ഒരു ഇമോഷണൽ ഷിഫ്റ്റ് എന്ന് പറയുന്നത് നിങ്ങൾക്ക് കൃത്യമായിട്ട് മനസ്സിലാവും. അപ്പോൾ അതുകൊണ്ടുള്ള ഒരു വേദന നിങ്ങൾക്ക് ഒഴിവാക്കാൻ പറ്റും. അപ്പോൾ ഈ പറയുന്ന മാനിപ്പുലേഷനെ നിങ്ങൾക്ക് കൃത്യമായിട്ട് കണ്ടുപിടിച്ച് കഴിഞ്ഞാൽ അതിനെ പ്രതിരോധിക്കാനുള്ള ഒരു മാർഗ്ഗം നിങ്ങൾക്ക് കണ്ടെത്താൻ പറ്റും.